പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു പ്രോബ്ലമാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ 80 രൂപ നിരക്കിൽ വാങ്ങുന്നു. എന്നിട്ട് അതിൽ ആദ്യത്തെ 40 പേന 20% നഷ്ടത്തിൽ വിൽക്കുന്നു. മൊത്തത്തിൽ 80 പേന വിറ്റപ്പോൾ പുള്ളിക്ക് 20% ലാഭം ഉണ്ടായെങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന 40 പേനയുടെ എത്ര രൂപ ലാഭശതമാനത്തിലാണ് ബാക്കി 40 പേന വിറ്റതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ പുള്ളിയുടെ CP ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. 80 പേനയ്ക്ക് നമ്പർ ഇവിടെ 80 രൂപയാണ്. 80 രൂപയ്ക്ക് 80 പേന മേടിച്ചു. ഈ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പുള്ളിക്ക് 120 രൂപ ലാഭം ഉണ്ടായിട്ടുണ്ട് ഈ കച്ചവടത്തിൽ. അപ്പോൾ ഒരു പേനയ്ക്കും 20% കൂടുതലായിരിക്കും. അപ്പോൾ 80 × 120/100 എന്ന് വരും. ഇത് 6/5 ആണ് അല്ലേ? കട്ട് ചെയ്യുമ്പം ഇവിടെ 16 വരും. അപ്പോൾ 96 എന്നുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് SP എഴുതാം. 80 പേനയുടെ നമ്പർ 80. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്ത് നമുക്കങ്ങ് മായ്ച്ച് കളഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് 20% ഇൻക്രീസ് ഉള്ള CP എന്ന് പറയുന്നത് 96 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ 80 പേനയുടെ ഇൻക്രീസ്ഡ്, അതായത് 20% പ്രോഫിറ്റിൽ വിൽക്കുമ്പോൾ നമുക്ക് 96 റുപ്പീസാണ് കിട്ടുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 40 പേന. ഓക്കെ, ആദ്യത്തെ 40 പേനയ്ക്ക് എത്ര 20% ലോസിലാണ് വിൽക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 40 പേനയും നമ്മൾ 80 രൂപയ്ക്ക് തന്നെയാണല്ലോ വാങ്ങിയത്. അപ്പോൾ 80 × 20% ലോസ് എന്ന് പറയുമ്പോൾ 80/100 വരും അല്ലേ? അതായത് 4/5 വരും. കട്ട് ചെയ്യുമ്പോൾ 16 കിട്ടും. അപ്പോൾ എത്ര വരും? 64 എന്നുള്ളൊരു സെല്ലിംഗ് പ്രൈസാണ് നമുക്ക് ആദ്യത്തെ 40 പേനയ്ക്ക് നമുക്ക് കിട്ടുന്നത്. എത്രയാണ്? 64. ഓക്കെ, 64 നമ്മളിവിടെ എഴുതി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പിന്നുള്ള 40 പേന, അതായത് N40, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെല്ലിംഗ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര, അതായത് 80-ൽ നിന്ന് എത്ര കൂട്ടി ആണ് അത് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിനെ X ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഈ അവസാനത്തെ 40 പേനയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് X ആയിട്ട് എടുക്കും നമ്മൾ. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളിതൊരു ഇക്വേഷൻ പോലെയായി. ഇത് 96 × 80, 64 × 40 + X × 40, 64 × 40 + X × 40 = ഈ ടോട്ടൽ 96 × 80. എല്ലാം SP-യിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ കോമൺ ആയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്യാണ്. ഇവിടെ 40 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. ഇത് 1 ആവും, ഇതും 1 ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 96 × 2 എത്ര കിട്ടി? 192 = 64. ഓക്കെ, 64 നമുക്ക് കിട്ടി. പ്ലസ് X എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് X-ൻ്റെ വാല്യൂ എത്ര കിട്ടും? X = 128 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര സെല്ലിംഗ് പ്രൈസ് എത്ര ശതമാനം കൂടുതലാണ് വിറ്റിരിക്കുന്നത്, എത്ര ശതമാനം പ്രോഫിറ്റിലാണ് ബാക്കി 40 പേന വിറ്റേക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഒരു പേനയുടെ 40 പേനയുടെ ഒരു പേനയുടെ വിലയാണ് ഈ 128 എന്നുള്ളത് കിട്ടിയേക്കുന്നത്. പക്ഷേ നമ്മുടെ കോസ്റ്റ് പ്രൈസ് 80 ആണ് അപ്പോഴും. അപ്പോൾ 80-ൽ നിന്ന് നമ്മൾ എത്ര കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്? 48 കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് 80-ൽ നിന്നും. ഓക്കെ, × 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6/10. കട്ട് ചെയ്യുമ്പോൾ 60% എന്നുള്ളതാണ് നമ്മുടെ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. പിന്നെ ഈ വീഡിയോ എല്ലാവരും മുഴുവൻ കാണുക, കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കിടയിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.